പാലക്കാട് ഒലവക്കോട് നടന്ന അത്യന്തം ഭീകരമായ കാർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നിർണായക വഴിത്തിരിവ്. തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂരിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് നിന്ന് തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂർ മേഖലയിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 5-ാം തീയതി രാവിലെ ഒലവക്കോട് പാലത്തിന് സമീപമാണ് സംഭവത്തിന്റെ തുടക്കം. കാറിലെത്തിയ 5 അംഗ സംഘമാണ് വാഹനം ആക്രമിച്ച് കവർന്നത്. മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് തട്ടിയെടുത്തത്. മുനീറിന്റെ സഹോദരൻ ഷമീർ, സുഹൃത്തുക്കളായ മുഹമ്മദ് ഫാരിസ്, നിഖിൽ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒലവക്കോട് പാലത്തിൽ വെച്ച് പ്രതികളുടെ കാർ ഇരച്ചെത്തി ഇടിച്ചതോടെ സംഭവം ആരംഭിച്ചു. തുടർന്ന് ഇരുമ്പുകമ്പി ഉപയോഗിച്ച് കാറിൽ ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഡ്രൈവറുടെ കഴുത്തിൽ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതിനിടെ ഡ്രൈവറും മുൻ സീറ്റിൽ ഉണ്ടായിരുന്നയാളും രക്ഷപ്പെട്ടു. പിന്നാലെ 4 പേർ കാറിൽ കയറി ബാക്കി യാത്രക്കാരെ പിടികൂടുകയായിരുന്നു. മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് കവർച്ച നടത്തിയ സംഘം പണം എവിടെയാണെന്ന് ചോദിച്ച് മർദ്ദിക്കുകയും ചെയ്തു. പണമില്ലെന്നറിയിച്ചതോടെ ഇരുവരിൽ നിന്ന് 15,000 രൂപയും 2 ഐഫോണുകളും തട്ടിയെടുത്തു. പിന്നീട് ഇവരെ 2 ഇടങ്ങളിലായി ഇറക്കിവിട്ട ശേഷം സംഘം കടന്നുകളയുകയായിരുന്നു. കാർ പിന്നീട് പുതുക്കാട് ചെങ്ങാലൂർ വളഞ്ഞുപാടത്തെ റബ്ബർ തോട്ടത്തിൽ സീറ്റുകൾ ഉൾപ്പെടെ കീറിമുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ SHO ദാസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട 4 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ദേശീയപാത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുഴൽപ്പണ സംഘമാണ് പിന്നിലെന്ന സംശയവും പോലീസ് ഉയർത്തുന്നു. കാർ പുതുക്കാട് മേഖലയിലേക്ക് എത്തിയത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ.